ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു നല്ലൊരു ആദായമുള്ള ഒരു സ്ഥലവും അതിനോട് ചേർന്നൊരു കൊച്ചു വീടിൻ്റെ പറ്റിയുള്ള ദൃശ്യങ്ങളാണ്. ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലാ അടുത്തുള്ള രാമപുരം എന്ന പ്രശസ്തമായ സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. രാമപുരം ടൗണിൽ നിന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും. നല്ല കിണർ വെള്ളത്തോടു കൂടി ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത ബസ് റോഡിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ട ഏകദേശം ഒരു 75 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഏക്കർ 5 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ്. വീടൊരു യൂസ്ഡ് ഹൗസാണ്. ഉടമ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. 3 ബെഡ്റൂമുണ്ട്. ഒരു പഴയ വീടാണ്. ഏകദേശം ഒരു 15 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. ഒരു സാധാരണക്കാർക്ക് ഉള്ള ഒരു കൊച്ചൊരു വീട്, വലിയ വീടൊന്നുമല്ല. 3 മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1100 സ്ക്വയർ ഫീറ്റ് കൂട്ടിയാൽ മതി. ഞാൻ എല്ലാ റൂമിൻ്റെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഈ വീടിനേക്കഞ്ഞും ഇമ്പോർട്ടൻസ് നമുക്ക് സ്ഥലത്തിനാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. റൂം അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. 1100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഒരു അറ്റാച്ച്ഡ് ഒന്നുമില്ല. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. അതുപോലെ തന്നെ വിറകടുപ്പ്, അടുക്കളയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. പിന്നെ മുകളിലേക്ക് വേണേലും പണിയാമെന്നുള്ള രീതിയിലുള്ള നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. മുറ്റമൊക്കെയാണെന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള മുറ്റം. പക്ഷെ നമുക്ക് ഈ വീടിനെ കഴിഞ്ഞ് ഉപരി ഇതിൻ്റെ സ്ഥലത്തിൻ്റെയാണ്. നല്ല ആദായമുള്ള റബ്ബറാണിത്. റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തെ വെട്ടായതേ ഉള്ളൂ. നല്ല പാലുള്ള വെറൈറ്റി പെട്ടിരിക്കുന്ന മരമാണ്. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. വീടിന് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. നമുക്ക് രാമപുരം ടൗണിലേക്ക് ഇവിടുന്ന് 1.25 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു 75 മീറ്റർ മാറിയാൽ നമുക്ക് ബസ്സുണ്ട്. നമുക്ക് കൂടുതൽ ബസ്സുള്ള 75 മീറ്റർ ദൂരം മാറിയാൽ ഒരുപാട് ബസ്സൊന്നും ഉള്ള റൂട്ടല്ല. എന്നാലും നമുക്കൊരു 250 മീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബസ്സുള്ള റൂട്ടിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതാണ് റബ്ബർ. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു റബ്ബർ തോട്ടമാണ്. അധികം വെട്ട് ആകാത്ത റബ്ബറാണ്. ഒരു 3 വർഷത്തെ, ഇത് 3ാമത്തെ വർഷമാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അന്ന് ആദ്യത്തെ റബ്ബർ ഈ നമ്മുടെ ഈ മഴക്കാലം കഴിഞ്ഞ് മാർക്ക് തെളിക്കുവാണ്. ആദ്യത്തെ ഒരു വെട്ട് വെട്ടിയതേ ഉള്ളൂ, മൊത്തം വെട്ടിയിട്ടില്ല. ആദ്യത്തെ ഇത് ഈ കാണുന്ന ഇന്ന് മാർക്ക് തെളിച്ചതാണ്. അത് ഈ റബ്ബർ പട്ട, അതായത് അത് മൊത്തം തെളിച്ചിട്ടില്ല. നമ്മളെ മരങ്ങൾ കാണുമ്പോൾ അറിയാം. ഏകദേശം ഒരു 19 റബ്ബർ മാർക്ക് തെളിച്ചതേ ഉള്ളൂ. നല്ല പാലുള്ള റബ്ബറാണ്. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന നല്ല സുന്ദരനൊരു റബ്ബർ തോട്ടവും അതിനോടനുബന്ധിച്ചുള്ള ഒരു വീടാണ്. ഏകദേശം 150 റബ്ബറുണ്ട്. കൂടാതെ ഒരു 10 സെൻറ്റ് സ്ഥലത്തോളം റബ്ബറൊന്നും ഇല്ലാതെ ഇതുകൊണ്ട് ഇതൊക്കെ മാർക്ക് തെളിക്കാനായിട്ട് അതിൻ്റെ ചൂട് തെളിക്കുന്നതേ ഉള്ളൂ. മഴക്കാലം കഴിഞ്ഞ് ഇനിയിപ്പം റബ്ബറെല്ലാം മാർക്ക് തെളിച്ച് വെട്ടാൻ തുടങ്ങും. അങ്ങനെ നിൽക്കുന്നതാണ്. ഈ ഭാഗത്തൊക്കെ പള്ള തെളിച്ചിട്ടുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് റബ്ബർ. നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് സ്ഥലത്തിനുവേണ്ടി സെല്ലർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയുള്ള വില നെഗോഷ്യബിളാണ്. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ളവർക്കൊക്കെ, കുറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ലക്ഷം രൂപ നെഗോഷ്യബിളാണ്. ഇതുപോലെ 1 ഏക്കർ സ്ഥലം ഇവിടെ എങ്ങനെ 1 സെൻറ്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ്. അത് അത്ര കൂട്ടിയാൽ മതി. പിന്നെ വീടിൻ്റെ നമ്മൾ കൂട്ടണ്ട. വീട് ഒരു 10-15 വർഷം പഴക്കമുള്ള വീടാണ്. അതിൻ്റെ ഒരു വില കൂട്ടണ്ട. ഇത് പൊട്ടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു 1.25 രൂപയ്ക്ക് ഏതൊരാളും വാങ്ങിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം റോഡുമായിട്ട് അത്ര PWD റോഡുമായിട്ട് ഇത്ര അടുത്താണ്. ഈ വീടിൻ്റെ സ്ഥലത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. 8156873501. കൂടാതെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് വീടിൻ്റെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുവാണ്. മുറ്റത്തിൻ്റെ ബാക്ക് സൈഡും എല്ലാം കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് അല്ലാതെയുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പ്ലാവുണ്ട്, മാവുണ്ട്, പേരയുണ്ട്. അങ്ങനെ കുറച്ച് വൃക്ഷങ്ങളൊക്കെ നിൽപ്പുണ്ട്. തെങ്ങുണ്ട്.
അങ്ങനെ ഇതാണ്. പിന്നെ ഇവിടെ വേണമെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് ഒരു കുറച്ച് ഇതായത് മഴയായതിൻ്റെ പുറത്ത് പള്ള പിടിച്ച് കിടക്കുവാണ്. ഒരു 10 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട്. അത് റബ്ബറൊന്നും ഇല്ലാതെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് പ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 10-15 സെൻറ്റ് സ്ഥലം, ഇത് ആ കാണുന്ന ഭാഗമല്ല, നമുക്ക് അങ്ങനെയും കൂടി കൃഷി സ്ഥലത്തിന് വേണ്ടിയിട്ടും അങ്ങനെ റബ്ബറില്ലാതെ ഒരു അല്പം കിടപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്ന് കണ്ട് നമുക്ക് വിലഭാഗം സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിക്കുക. ഇതാണ് കിണർ. നല്ല മനോഹരമായിട്ടുള്ള ഒരു തോട്ടം, 1 ഏക്കറും ഇതുപോലെ ഉള്ള ഒരു വീടും നമുക്ക് ഇത്രയും നിരപ്പായ നല്ലൊരു ലൊക്കേഷനിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഏരിയ, രാമപുരത്ത് നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം, 1.25 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രം. ഓക്കെ.